ഹലോ ഗായ്സ്, അപ്പം മസനഗുഡി വഴി ഒന്ന് ഊട്ടി വരെ പോയി വന്നാലോ നമുക്ക്? ഈ പോകുന്ന വഴി വളരെ ദുർഘടം പഠിച്ച വഴിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നോക്കിയേ, ആനക്കൂട്ടമാണ് കാണാൻ പറ്റുന്ന ആനക്കൂട്ടം. പോകുന്നിടത്ത് ആന, വരുന്നിടത്ത് ആന, എല്ലായിടത്തും ആനയാണ്. ഇതേ പിന്നെയും ആന, ഫുൾ ആനയാണ്. നമ്മൾ ഒത്തിരി ശ്രദ്ധിക്കാതെയാണ് പോകുന്നതെങ്കിൽ നമുക്കിതിനെ ഒന്നും കാണാൻ വേണ്ടി പറ്റത്തുമില്ല. നല്ല ബുദ്ധിമുട്ടാണ് ഇതുവഴി പോകാൻ. ഇതാണ് മുതുമലൈ ടൈഗർ റിസർവ്. ആ വനമാണിത്. അതിലൂടെയാണ് നമ്മൾ ഈ ഊട്ടിയിലേക്കുള്ള യാത്ര. നമ്മൾ കേട്ടിട്ടുള്ളത് കുറേ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, മസനഗുഡി വഴി ഊട്ടിയിലേക്കൊന്ന് പോയിട്ട് വന്നാലോ ഒന്ന്. നമ്മൾ മാപ്പൊക്കെ നോക്കിയിട്ടാണ് പോകുന്നത്. ഇത് മുത്തങ്ങയാണ് കേട്ടോ. അപ്പം അതുവഴി ഒത്തിരി ദൂരം നമ്മൾ പോയി, പക്ഷേ ഒരു രക്ഷയില്ല ഗൈസ്, ഒരു രക്ഷയുമില്ലാത്ത അത്ര അടിപൊളിയായിട്ടുള്ള വഴിയാണത്. നല്ല എന്താ പറയുക, ആ വഴി നിങ്ങളൊന്ന് നോക്കുക, അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള, സന്തോഷമായിട്ടുള്ള, നിങ്ങൾക്ക് സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു ടൈമായിരിക്കും അത്. എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈമായിരിക്കും. പക്ഷേ വളരെ എന്താ പറയുക, നമ്മൾ ഒന്ന് സൂക്ഷിക്കണം. ഇതേ കുറേ ചേച്ചിമാരൊക്കെ കുറേ ബക്കറ്റൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്, തുണിയൊക്കെ കഴുകിയിട്ട്. പിന്നെയും ആന, ഫുൾ ആനയാണ് ഗൈസ്. അതുകൊണ്ട് ആന മാത്രമല്ല, മാനുണ്ട്, മയിലുണ്ട്, എല്ലാം ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചൊക്കെ വേണം ഈ വഴിക്ക് പോകാൻ വേണ്ടിയിട്ട്. ഒറ്റയ്ക്കൊന്നും ആ വഴിക്ക് പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ അത് മാത്രമല്ലാണ്ട് ബൈക്കിനൊക്കെ പോകുന്നവരും ശ്രദ്ധിക്കുക കേട്ടോ. വൈബൊക്കെയാണ്, ഒരു രക്ഷയില്ലാത്ത വഴിയാണ്, എല്ലാം ശരിയാണ്. പക്ഷേ നമ്മൾ നമ്മുടെ കാര്യങ്ങളും കൂടെ ഒന്ന് ശ്രദ്ധിക്കണമല്ലോ. നമ്മുടെ വീട്ടിൽ കുറേ പേര് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടല്ലോ തിരിച്ചു വരുമെന്ന് വിചാരിച്ചിട്ട്. അതുകൊണ്ട് ഞാൻ ദുരന്തം പറയല്ല. അപ്പോൾ എന്തായാലും സൂക്ഷിച്ച് കണ്ടൊക്കെ പോയിട്ട് വരാം. എനിക്കെന്തായാലും അടിപൊളിയായിരുന്നു ഈ ട്രിപ്പ് എന്ന് പറയുന്നത് കേട്ടോ. പോകുന്ന വേറെ ഒന്നുമല്ല, ഊട്ടിയോ വേറെ ഒന്നുമല്ല, പോകുന്ന ആ വഴിയിലുള്ള ആ ഒരു എൻജോയ്മെൻ്റ് ഉണ്ടല്ലോ, ഒരു രക്ഷയില്ലാത്ത എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും ഈ കാര്യങ്ങൾ. അങ്ങനെ ഞങ്ങൾ ഒരു സ്ഥലത്ത് ഇച്ചിരി സൈഡാക്കിയിട്ട് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ കുറച്ച് നേരമൊക്കെ നിന്നു. അപ്പോഴാണ് വേണ്ട നമ്മുടെ കുറേ മാൻകുട്ടന്മാരെ കണ്ടത്. ഒരു കൂട്ടം മാൻകുട്ടന്മാർ, സുന്ദരന്മാർ. എന്തൊരു ഭംഗിയായിരുന്നെന്ന് അറിയാമോ അത് കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ അവർക്കൊന്നും നമ്മളെ കണ്ടിട്ട് പേടിയൊന്നുമില്ല കേട്ടോ. അവർ എത്രയും വണ്ടികൾ കാണുന്നു, അതുകൊണ്ടായിരിക്കും. എന്നിട്ട് നമ്മൾ കുറച്ച് ബിരിയാണിയൊക്കെ നമ്മൾ ഓൾറെഡി നമ്മുടെ വണ്ടിയിലാക്കി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഫുഡാണ് നമ്മൾ കഴിച്ചത്, പുറത്തുനിന്നൊന്നും കഴിക്കാൻ നിന്നില്ല. അങ്ങനെ നമ്മൾ അവിടുത്തെ റോസ് ഗാർഡനിലേക്കൊക്കെയാണ് ഫസ്റ്റ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ കുറേ ഷോപ്പിംഗ് ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ റോസ് ഗാർഡനിൽ നിറച്ചും ചെടികളും ഉണ്ടായിരുന്നു. നല്ല കാണാനൊക്കെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ, എല്ലാം കാണാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ ഞാൻ ആദ്യമായിട്ടാണ്, ഞാൻ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഞാൻ എന്താണ്ട് ഇങ്ങനെ ഒരു സാധനം ട്രൈ ചെയ്യുന്നത്. പക്ഷെ അത് ഭയങ്കര രസമായിരുന്നു കേട്ടോ, കാണാനും രസമുണ്ടായിരുന്നു. അതുപോലെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുമ്പോഴും അത് പ്രത്യേക ഭംഗിയായിരുന്നു. നമ്മൾ ചേച്ചിമാരോട് ക്യാഷിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് കുറച്ചേരൊക്കെ അവരോട് സംസാരിച്ച്, തമിഴൊക്കെ സംസാരിച്ച് നിന്നായിരുന്നു കേട്ടോ. പിന്നെ ഇതൊരു വ്യൂ പോയിൻ്റാണ്. നമ്മൾ ലാസ്റ്റ് പോയതൊരു വ്യൂ പോയിൻറ്റിലേക്കാണ് നമ്മൾ എത്തുന്നത്. അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു വ്യൂ ആണ് കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.